واصبر كما صبر الكرام فإنها نوب تنوب اليوم تكشف في غدير أما ترى أن المصائب جمة وترى المنية للعباد بمرصدي. ചരമകോളങ്ങളിൽ മരണവാർത്തകളിൽ നമ്മുടെ ഒരു പേരും നമ്മുടെ ഒരു ഫോട്ടോയും പ്രത്യക്ഷപ്പെടുന്ന നാൾ എന്നാണെന്ന് പോലും അറിയാതെയാണ് ഈ ജീവിതം. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ ചെയ്യുന്ന ചിന്തകളിൽ വെച്ച് ഏറ്റവും പ്രതിഫലമുള്ള ചിന്ത എനിക്കൊരു മരണമുണ്ട് എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നതാണ്. കാരണം അവൻ്റെ അഹങ്കാരം താഴെ വരും, അവൻ്റെ താൻ പോരിമ താഴെ വരും, ഞാൻ എന്തോ ആണെന്ന ഭാവം ഇല്ലാതെയാവും. മണ്ണിലേക്ക് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. മണ്ണിൽ നിന്ന് നിന്നെ പടച്ചു, മണ്ണിലേക്ക് നിന്നെ ഞാൻ മടക്കുകയാണ്, ഈ മണ്ണിൽ നിന്ന് വീണ്ടും ഞാൻ നിനക്ക് പുനർജന്മം നൽകുമെന്ന വചനങ്ങളാൽ ഒരു പിടി മണ്ണ് വാരിയിടുമ്പോൾ ഓർക്കേണമേ, ഞാൻ ആരുടെ മേലാണോ മണ്ണ് വാരിയിടുന്നത്, ഇനി എൻ്റെ മേൽ മണ്ണ് വാരിയിടപ്പെടുന്നൊരു ദിവസം വരാനുണ്ട്. കുല്ലുക്കും മിൻ ആദം. പുണ്യനബി ഞങ്ങൾ പറഞ്ഞു, എന്തിനാണ് അഹങ്കാരം, എന്തിനാണ് മേന്മ നടിക്കുന്നത്? കുല്ലുക്കും മിൻ ആദം വആദമു മിൻ തുറാബ്. നിങ്ങളൊക്കെ ആദമിൻ്റെ മക്കളല്ലയോ അലൈഹിസ്സലാം. ആദം നബിയാണെങ്കിലോ മണ്ണിൽ നിന്നല്ലയോ വന്നത്. അതുകൊണ്ട് മണ്ണോളം താഴണേ, മണ്ണോളം വിനയം കാണിക്കണേ. ഈ ഭൂമി എന്തൊരു അത്ഭുതമാണ്. മൗനമായത് എത്ര അഹങ്കാരികൾ നടന്ന ഭൂമിയാണിത്. ഫിർഔനിൻ്റെയും ഖാറൂനിൻ്റെയും ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും കിരാതന്മാരുടെ കൊലയാളികളുടെ എല്ലാം കാൽപ്പാടുകൾ അനുഭവിച്ചിട്ടും ശാന്തമായി കിടക്കുന്ന ഈ ഭൂമി, ആ ഭൂമിയോളം നിങ്ങൾ ചിന്തിക്കണമേ, നിങ്ങൾ താഴണം, നിങ്ങളാരും അഹങ്കരിക്കരുത്. അൽ കിബിരിയാഉ റിദാഇ, അഹങ്കാരം എൻ്റെ മേലങ്കിയാണ് എന്ന് അള്ളാഹു പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസുണ്ട്. അതുകൊണ്ട് മനുഷ്യനെ വിനയാന്വിതമാക്കുന്ന ഒന്നേ ഒന്നുള്ളൂ, അത് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്.